വെൽക്കം ടു അനദർ വീഡിയോ. +2 പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ചാപ്റ്റർ 1 നമ്മൾ ഒരു 7 വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ വീഡിയോകൾ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവ്യൂവിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്നത് ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്നുള്ളതായിരുന്നു. അതിൽ വി ഹാവ് ഡിസ്കസ്ഡ് 3 challenges ദാറ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഫേസ്ഡ്. Which are the 3 challenges? The first challenge was to build the nation, and the second one was to establish a democratic form of government, and the final one is to ensure the welfare and development of all. അപ്പോൾ ഇത് മൂന്നുമായിരുന്നു ആ 3 challenges എന്ന് പറയുന്നത്. ടു ബിൽഡ് ദ നേഷൻ, അതായത് രാഷ്ട്ര നിർമ്മാണം. രണ്ടാമത്തത് ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് രൂപീകരിക്കുക. മൂന്നാമത്തെ ചലഞ്ച് ടു എൻഷുർ ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളുടെയും ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് ദ ഫസ്റ്റ് ചലഞ്ച്, ദാറ്റ് ഈസ് ടു ബിൽഡ് ദ നേഷൻ ഇൻ ഡീറ്റെയിൽ ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആ ഒന്നാമത്തെ ചലഞ്ചായിട്ടുള്ള ടു ബിൽഡ് ദ നേഷൻ എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ ചലഞ്ചായിട്ടുള്ള ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് എന്നുള്ളതായിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് വിശദമായിട്ട് കടക്കാം. ചാപ്റ്റർ 2, ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, അതായത് ഏകകക്ഷി മേധാവിത്വ കാലഘട്ടം എന്നുള്ളതാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 സബ് ടോപ്പിക്കുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് റീസൺസ് ഫോർ അഡോപ്റ്റിംഗ് ഡെമോക്രസി. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം എന്തുകൊണ്ടാണ് ജനാധിപത്യം സ്ഥാപിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ. ഈ 2 സബ് ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്നുള്ള ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പ്രവേശിക്കാം. ഇന്ത്യ എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഡെമോക്രസി സ്ഥാപിച്ചത് അല്ലെങ്കിൽ സ്വീകരിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി അങ്ങോട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ഇലക്ഷൻ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ വെറുതെ ഭരണഘടനയിൽ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് എഴുതി വച്ചിരുന്നാൽ മാത്രം ജനാധിപത്യം സ്ഥാപിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ വിശദമായിട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ മിക്കവാറുമുള്ള തേർഡ് വേൾഡ് കൺട്രീസ്, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ തേർഡ് വേൾഡ് കൺട്രീസ് ഡിഡ് നോട്ട് അഡോപ്റ്റഡ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ്. അതായത് മിക്കവാറുമുള്ള തേർഡ് വേൾഡ് കൺട്രീസ്, അല്ലെങ്കിൽ മൂന്നാം ലോക രാഷ്ട്രങ്ങൾ ഒന്നും തന്നെ, കൂടുതൽ രാഷ്ട്രങ്ങളും ജനാധിപത്യ ഭരണക്രമം സ്വീകരിച്ചിരുന്നില്ല. എന്താണ് ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഫസ്റ്റ് വേൾഡ് കൺട്രീസും കാണും, സെക്കൻഡ് വേൾഡ് കൺട്രീസും കാണും. അതുകൊണ്ടാണല്ലോ തേർഡ് വേൾഡ് കൺട്രീസ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് വേൾഡ് കൺട്രി? ഫസ്റ്റ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി യൂറോപ്യൻ കൺട്രീസ് ആൻഡ് അമേരിക്കൻ കൺട്രീസ്, നോർത്ത് അമേരിക്കൻ കൺട്രീസ്, അതായത് വളരെ റിച്ച് ആയിട്ടുള്ള രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഒക്കെ ഫോളോ ചെയ്യുന്ന രാഷ്ട്രങ്ങളാണ് സത്യത്തിൽ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് എന്നുള്ള രീതിയിൽ പരാമർശിക്കുന്നത്. പിന്നീട് സെക്കൻഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഈ USSR, പണ്ടത്തെ USSRനെ ഒക്കെ പറയുന്നതാണ് സെക്കൻഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കൺട്രീസ്, ഇതിനെയൊക്കെയാണ് സെക്കൻഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇതിലൊന്നും തന്നെ ഉൾപ്പെടാത്ത രാഷ്ട്രങ്ങളെ, അതോടൊപ്പം തന്നെ പൊതുവെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാഷ്ട്രങ്ങളെ, അതായത് ഡെവലപ്പ് ചെയ്തു വരുന്ന രാഷ്ട്രങ്ങളെ ആണ് സത്യത്തിൽ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്, സെക്കൻഡ് വേൾഡ് സോഷ്യലിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ്, ആൻഡ് തേർഡ് വേൾഡ് കൺട്രീസ് ദേ ഡിഡ് നോട്ട് ബിലോങ് ടു ദ ഫസ്റ്റ് 2 കാറ്റഗറീസ് ആൻഡ് ദേ ആർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇങ്ങനെയുള്ളതാണ് സത്യത്തിൽ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും ഒരു തേർഡ് വേൾഡ് കൺട്രി ആയിരുന്നു. അതായത് ഒരു മൂന്നാം ലോക രാഷ്ട്രമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നതും. അതായത് ആദ്യം പറഞ്ഞ 2 കാറ്റഗറികളിലും, അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ കാറ്റഗറിയിലും ഉൾപ്പെടുന്നില്ല, സോഷ്യലിസ്റ്റ് കാറ്റഗറിയിലും ഉൾപ്പെടുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കാറ്റഗറിയിലും ഉൾപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രം. അതോടൊപ്പം തന്നെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രം, അല്ലെങ്കിൽ വികസിച്ച് വരുന്ന ഒരു രാഷ്ട്രം, അതായിരുന്നു ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയത്ത് തന്നെ തേർഡ് വേൾഡ് കൺട്രീസ് ദേ ഡിഡ് നോട്ട് അഡോപ്റ്റ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സ്. അവർ പല അവസരങ്ങളിലും, അല്ലെങ്കിൽ പലപ്പോഴും ജനാധിപത്യ ഭരണകൂടങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിരുന്നില്ല.
അവരുടെ വിചാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ തേർഡ് വേൾഡ് കൺട്രീസിന്റെ വിചാരം എന്ന് പറയുന്നത്, ദേ ബിലീവ് ദാറ്റ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ദെയർ കൺട്രി. ജനാധിപത്യ ക്രമം എന്ന് പറയുന്നത്, ഭരണ സംവിധാനം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രത്തിന് സ്യൂട്ടബിൾ അല്ല എന്നുള്ളതായിരുന്നു അവർ വിചാരിച്ചിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ ചില രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ സം സ്റ്റേറ്റ്സ് അഡോപ്റ്റഡ് നോമിനൽ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതായത് ചില രാഷ്ട്രങ്ങൾ എന്നാൽ തന്നെയും ചില തേർഡ് വേൾഡ് കൺട്രീസ് ദേ അഡോപ്റ്റഡ് നോമിനൽ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതായത് നാമമാത്രമായിട്ടുള്ള ഡെമോക്രാറ്റിക് സമ്പ്രദായം അല്ലെങ്കിൽ ജനാധിപത്യ സമ്പ്രദായം ചില രാഷ്ട്രങ്ങൾ സ്വീകരിച്ചിരുന്നു. മറ്റ് ചില രാഷ്ട്രങ്ങൾ, സം അതേഴ്സ് അഡോപ്റ്റഡ് വൺ പാർട്ടി ഗവൺമെൻറ്. ചിലർ വൺ പാർട്ടി അല്ലെങ്കിൽ ഏകകക്ഷി ഭരണ സമ്പ്രദായം, അങ്ങനെയുള്ള ഭരണ സമ്പ്രദായം സ്വീകരിച്ചിരുന്നു. മറ്റ് ചില രാഷ്ട്രങ്ങൾ അഡോപ്റ്റഡ് മിലിറ്ററി ഭരണ സമ്പ്രദായവും സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഭരണക്രമമെന്ന് പറയുന്നത്. ഒന്നുകിൽ അവർ നോമിനലായിട്ടുള്ള ഒരു ഡെമോക്രസി സ്വീകരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വൺ പാർട്ടി ഗവൺമെൻറ് സ്വീകരിക്കും, അതും അല്ലെന്നുണ്ടെങ്കിൽ മിലിറ്ററി ഗവൺമെൻറ് സ്വീകരിക്കും. ഇതായിരുന്നു അന്ന് നടന്നു വന്നിരുന്ന ഒരു കീഴ്വഴക്കമെന്ന് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ തന്നെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ആരംഭകാലത്ത് അവർ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പിന്നെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ തുടങ്ങുന്ന അവസരത്തിൽ നമുക്ക് ഈ രീതിയിലുള്ള ഭരണ സമ്പ്രദായം സ്വീകരിക്കാം, അല്ലെങ്കിൽ നോമിനലായിട്ടുള്ള ഒരു ഡെമോക്രസിയൊക്കെ സ്വീകരിക്കാം, പിന്നീട് നമുക്ക് ഡെമോക്രസി അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു വാദമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഒരു തവണ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ, ബട്ട് വൺസ് ഇൻ പവർ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു ഔസ്റ്റ് ദം. അതായത് ഒരു തവണ ഈ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരെ മാറ്റുക എന്നുള്ളത് പൊതുവെ അസാധ്യം തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്ത്യയും ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഫേസ് ചെയ്തത്. ഇന്ത്യ ഓൾസോ ഫേസ് ദ സെയിം സിറ്റുവേഷൻ. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഇന്ത്യയും ഫേസ് ചെയ്തത്. ഇന്ത്യ ഒരു തേർഡ് വേൾഡ് കൺട്രി ആയിരുന്നു. അതായത് ഫസ്റ്റ് വേൾഡ് കൺട്രിയുമല്ല, സെക്കൻഡ് വേൾഡ് കൺട്രിയുമല്ല. അതായത് സോഷ്യലിസ്റ്റ് കൺട്രിയുമല്ല, ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുമല്ല. അതോടൊപ്പം തന്നെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു നേഷനുമാണ്. മാത്രമല്ല ഒരു ന്യൂലി ബോൺ നേഷനുമാണ്. പുതുതായിട്ട് ജനിച്ച ഒരു രാഷ്ട്രമാണ്. 1947 ഇന്ത്യ ജനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, മറ്റുള്ള തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു തേർഡ് വേൾഡ് കൺട്രി തന്നെയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ അഡോപ്റ്റഡ് ദ ഡിഫിക്കൽട്ട് പാത്ത് ഓഫ് ഡെമോക്രസി. മറ്റുള്ള തേർഡ് വേൾഡ് കൺട്രീസിനെ പോലെ അല്ലായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഡെമോക്രസി തന്നെ സ്വീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ ഈ ഡെമോക്രസി സ്വീകരിക്കുന്നതിന് നയിച്ച കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് റീസൺസ് ഫോർ അഡോപ്റ്റിംഗ് ഡെമോക്രസി. ഇന്ത്യ എന്തുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടും, അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രീസ് ഒന്നും തന്നെ ആ കാലഘട്ടത്തിൽ സ്വീകരിക്കാതെ ഇരുന്ന ഡെമോക്രസി എന്ന് പറയുന്ന ഭരണ സമ്പ്രദായം ഇന്ത്യ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നുള്ള കാര്യമാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു 3-4 കാരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തത് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ തന്നെയായിരുന്നു. അവർ ഫ്രീഡം സ്ട്രഗിൾ വാസ് ഡീപ്ലി കമ്മിറ്റഡ് ടു ഡെമോക്രസി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഡീപ്ലി കമ്മിറ്റഡ് ടു ഡെമോക്രസി, ജനാധിപത്യത്തിൽ വളരെയധികം കമ്മിറ്റ് ചെയ്യപ്പെട്ട ഒന്നായിരുന്നു, അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, അതായത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം റിയലി എൻവിസേജ്ഡ് എ ഡെമോക്രാറ്റിക് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം എന്നത് എൻവിസേജ്ഡ് എ ഡെമോക്രാറ്റിക് ഇന്ത്യ, ഒരു ജനാധിപത്യ ഇന്ത്യയാണ് വിഭാവന ചെയ്തത്. അതായത് സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ എല്ലാം സങ്കല്പം എന്ന് പറയുന്നത്, ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഇന്ത്യ സ്ഥാപിക്കുക എന്നുള്ളത് ആയിരുന്നു. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഇന്ത്യൻ ലീഡേഴ്സ് വർ ഫുള്ളി കോൺഷ്യസ് ഓഫ് ദ റോൾ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഡെമോക്രസി. അതായത് രാഷ്ട്രീയം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സ്, അങ്ങനെയുള്ള ആ ഒരു രാഷ്ട്രീയം ജനാധിപത്യത്തിൽ അതിൻ്റെ റോള്, ആ രാഷ്ട്രീയത്തിൻ്റെ റോള് നമ്മുടെ നേതാക്കന്മാർക്ക് വളരെ ബോധമുള്ളത് ആയിരുന്നു. അതായത് എന്ത് റോളാണ്, അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സിൻ്റെ റോള് ജനാധിപത്യത്തിൽ എന്താണെന്നുള്ള ബോധം നമ്മുടെ ഇന്ത്യൻ നേതാക്കന്മാർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ they saw politics not as a problem but as a way to solve the problems. അതായത് ഈ രാഷ്ട്രീയം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ പാർട്ടി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമായിട്ടല്ല, മറിച്ച് എ വേ ടു സോൾവ് ദ പ്രോബ്ലം,
എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ളൊരു മാർഗമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് 2 കാരണങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു കാരണത്തിലേക്ക് കടക്കാം. In Indian society, there were several groups. നമുക്കറിയാം, ഇന്ത്യ is a land with diversities. Millions of groups are there in India, or millions of interests are there in India, because Indian societies are diverse. അതായത് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് തന്നെ വൈവിധ്യങ്ങളുടെ ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹങ്ങൾക്ക് വിവിധ ആഗ്രഹങ്ങളും ആയിരുന്നു, അല്ലെങ്കിൽ താല്പര്യങ്ങളും അഭിലാഷങ്ങളും ആയിരുന്നു. അപ്പോൾ ഈ അഭിലാഷങ്ങളെല്ലാം തന്നെ സെറ്റിൽ ചെയ്യുന്നതിന്, ഇല്ലെങ്കിൽ ഈ അഭിലാഷങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതിന് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ആയിരുന്നു ഏറ്റവും നല്ല വേ, അല്ലെങ്കിൽ മാർഗം എന്ന് നമ്മുടെ നേതാക്കന്മാർക്ക് ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത്. ഇനി അവസാനത്തെ കാരണം എന്ന് പറയുന്നത്, ദ അൾട്ടിമേറ്റ് എയിം ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. അതായിരുന്നു അവസാനത്തെ കാരണം എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ, രാഷ്ട്രീയ പ്രക്രിയയുടെ എല്ലാം അൾട്ടിമേറ്റ് എയിം, അല്ലെങ്കിൽ പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ആയിരുന്നു, ഇല്ലെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹം സംരക്ഷിക്കുക എന്നുള്ളത് ആയിരുന്നു. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പാതയായിരുന്നുവെങ്കിലും ഡെമോക്രസിയുടെ പാത തന്നെ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാനായിട്ട് കഴിയുകയില്ല. there must be several process behind the establishment of a democracy. ഒരുപാട് പ്രക്രിയകൾ ആവശ്യമാണ് ഒരു ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഇലക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നും. അതായത് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും എന്ന് പറയും. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡെമോക്രസി ഇൻ വിച്ച് ദ പീപ്പിൾ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതായത് ഭരണ കാര്യങ്ങളിൽ ജനങ്ങൾ നേരിട്ട് തന്നെ ഇടപെടുന്നതിനെയാണ്, അല്ലെങ്കിൽ പങ്കെടുക്കുന്ന പ്രക്രിയയാണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഡയറക്റ്റ് ഡെമോക്രസി ഈസ് പോസിബിൾ ഇൻ ഓൺലി സ്മോളർ നേഷൻസ്, വളരെ ചെറിയ രാഷ്ട്രങ്ങൾ, ആൻഡ് ഹാവിങ് ഓൺലി ലിമിറ്റഡ് പോപ്പുലേഷൻ, വളരെ കുറച്ച് ചെറിയ രാഷ്ട്രങ്ങളിലും അതോടൊപ്പം തന്നെ വളരെ കുറച്ച് പോപ്പുലേഷനുള്ള രാഷ്ട്രങ്ങളിലും മാത്രമേ ഡയറക്റ്റ് ഡെമോക്രസി സാധ്യമാവുകയുള്ളൂ. അതായത് എല്ലാവർക്കും കൂടെ ചേർന്ന് ഭരണം നടത്താനായിട്ട്, അല്ലെങ്കിൽ ഭരണ പ്രക്രിയയിൽ പങ്കെടുക്കാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ അല്ലെങ്കിൽ മോഡേൺ കൺട്രീസ് എന്ന് പറയുന്നത് എല്ലാം വാസ്റ്റ് കൺട്രീസ് ഹാവിങ് ഹ്യൂജ് പോപ്പുലേഷൻ, ഒരുപാട് പോപ്പുലേഷനുള്ള വളരെ വിപുലമായിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രങ്ങളെല്ലാം തന്നെ. ഇന്ത്യയും ജനിച്ചപ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു രാഷ്ട്രമായിരുന്നു. അതുകൊണ്ട് തന്നെ വാസ്റ്റ് ആയിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു, ഒരുപാട് പോപ്പുലേഷൻ, കോടിക്കണക്കിന് പോപ്പുലേഷൻ ഉള്ളൊരു കൺട്രിയുമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇൻഡയറക്റ്റ് ഡെമോക്രസിയെ ഫോളോ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. എന്താണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്. ഇതിനെയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനാധിപത്യത്തിൽ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കും, എന്നിട്ട് ഭരണത്തിൽ പങ്കാളികളാകും. ഇതിനെയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലൂടെ മാത്രമേ ഇന്ത്യക്ക് ഭരണം നടത്താൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി റിക്വയർസ് എലക്ഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ എലക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കണം. അപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ടു കണ്ടക്ട് എ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ ഇൻ ഇന്ത്യ. ദാറ്റ് വാസ് ദ മേജർ ടാസ്ക് or the Herculean challenge that independent India faced in the establishment of democracy. അപ്പോൾ ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ നമ്മുടെ ഇന്ത്യയിൽ നേരിട്ട ഏറ്റവും വലിയ ഭീഷണി, അല്ലെങ്കിൽ ഭീഷണിയല്ല, ചലഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെല്ലുവിളിയായിരുന്നു ആദ്യത്തെ എലക്ഷൻ നടത്തുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചരിത്രത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. അപ്പോൾ ഫോർ കണ്ടക്ടിങ് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ, ഇന്ത്യൻ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് ആൻ ഇലക്ഷൻ കമ്മീഷൻ ഇൻ ദ ഇയർ 1950. 1950 ജനുവരിയിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനെ ഇന്ത്യ ഗവൺമെൻറ് നിയോഗിക്കുന്നു.
സുകുമാർ സെൻ വാസ് ദ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ. ഒരു റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഹു വാസ് ദ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് സുകുമാർ സെൻ എന്നായിരുന്നു. അദ്ദേഹം വെസ്റ്റ് ബംഗാളുകാരനാണ്. അദ്ദേഹം ICS ഓഫീസറായിരുന്നു. ICS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിൻ്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ രൂപമാണ് ICS എന്ന് പറയുന്നത്, ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ഉദ്യോഗസ്ഥരായിരുന്നു അദ്ദേഹം. സുകുമാർ സെൻ അദ്ദേഹമായിരുന്നു ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പോൾ 1950 ജനുവരിയിൽ തന്നെ അത് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ 1950 തന്നെ ഇലക്ഷൻ നടത്താനായിട്ട് അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽ സമ്മർദ്ദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ഗ്രാൻഡഡ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ടു ഇറ്റ്സ് സിറ്റിസൺസ് ത്രൂ ആർട്ടിക്കിൾ 326. അതായത് ഇന്ത്യ അതിലെ പൗരന്മാർക്ക് എല്ലാവർക്കും തന്നെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് പ്രായപൂർത്തി വോട്ടവകാശം, അതിനുള്ള അധികാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് കോടിക്കണക്കിന് ആൾക്കാർ ഇന്ത്യയിൽ വോട്ടിങ്ങിന് ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ അർഹരായിട്ട് മാറിയിട്ടും ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർത്ത് ഇലക്ഷൻ നടത്തുക എന്നുള്ളതായിരുന്നു ഒരു വലിയ പ്രയത്നമെന്ന് പറയുന്നത്. അപ്പോൾ ഹോൾഡിംഗ് ഓഫ് ഇലക്ഷൻ റിക്വയർഡ് 2 തിങ്സ്. അപ്പോൾ ഒരു ഇലക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2 ഘടകങ്ങൾ ഉണ്ടാകണം. ഒന്നാമത്തത് ഡ്രോയിങ് ദ ബൗണ്ടറീസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, അതായത് കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങളുടെ ബൗണ്ടറി അല്ലെങ്കിൽ അതിരുകൾ മാർക്ക് ചെയ്യുക. അതായിരുന്നു ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യുവൻസീസ് അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയം, അതായിരുന്നു ഒന്നാമത്തെ ടാസ്ക്. രണ്ടാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ഇലക്ടറൽ റോൾ, അതായത് ഇലക്ടറൽ റോൾ അത് തയ്യാറാക്കുക, പ്രിപ്പയർ ചെയ്യുക, അതായിരുന്നു അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഇലക്ടറൽ റോളിനാണ് വോട്ട് ചെയ്യാൻ അധികാരപ്പെട്ടവരുടെ എല്ലാം പേരും വയസ്സും എല്ലാം വരുന്നത് അതിൻ്റെ അകത്താണ്. ഇലക്ടറൽ റോളിൽ പേര് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഇലക്ടറൽ റോൾ തയ്യാറാക്കുക, ഇതായിരുന്നു അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് സുകുമാർ സെൻ. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് എന്ന് പറയുന്നത്, ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. നിർവാചൻ സദൻ എന്നാണ് അതിൻ്റെ പേര്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇവരാണ് ഇന്ത്യയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നടത്തുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ല, അതിന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വേറെയുണ്ട്. ഓരോരോ സംസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുകൾ വേറെയുണ്ട്. പാർലമെൻറ്റിലേക്കും നിയമസഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും അതോടൊപ്പം തന്നെ പ്രസിഡന്റിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങളായിരുന്നു ആവശ്യം എന്ന് പറയുന്നത്. ഒന്നാമത്തത് ബൗണ്ടറി മാർക്ക് ചെയ്യുക, കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ബൗണ്ടറി മാർക്ക് ചെയ്യുക. രണ്ടാമത്തത് ഇലക്ടറൽ റോൾ തയ്യാറാക്കുക. ഇനി ഇലക്ടറൽ റോൾ തയ്യാറാക്കുന്നതിലെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അവർ നേരിട്ടത്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ടത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്, ദ നെയിംസ് ഓഫ് അബൌട്ട് 40 lakh വിമൻ were നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇലക്ടറൽ റോൾ. അതായത് 40 ലക്ഷത്തോളം ഇന്ത്യയിലെ സ്ത്രീകളുടെ, വനിതകളുടെ 40 ലക്ഷത്തോളം വനിതകളുടെ പേര് ഈ ഇലക്ടറൽ റോളിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദ കമ്മീഷൻ ഓർഡർ ടു റിവൈസ് ഇറ്റ്. ആ നിലവിലിരിക്കുന്ന ഇലക്ടറൽ റോള് മാറ്റി പുതിയ ഇലക്ടറൽ റോള് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷൻ ശ്രമം ആരംഭിക്കുകയാണ്. മാത്രമല്ല, ദർ ഹാവ് നെവർ ബീൻ സച്ച് ആൻ ഇലക്ഷൻ ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് അന്ന് വരെ ഇത്രയും ഭഗീരഥ പ്രയത്നം നടത്തിയിട്ടുള്ള ഒരു ഇലക്ഷൻ ഉണ്ടായിട്ടുമില്ല. There were 17 crore eligible voters. 17 കോടി എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് ആയിരുന്നു അന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇനി ഏറ്റവും നിരാശാജനകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ 17 കോടിയിൽ only 15% ഓഫ് ദം വേർ ലിറ്ററേറ്റ്. 15% ആൾക്കാർ മാത്രമാണ് ഈ 17 കോടി വോട്ടർമാരിൽ വിദ്യാഭ്യാസം ഉള്ളവരായിട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ നിരക്ഷരർ ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഇത് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ചിത്രങ്ങളാണ്. കാളവണ്ടിയിലൊക്കെയാണ് അതിൻ്റെ ഇലക്ഷൻ പ്രചരണം നടക്കുന്നത്. ഇന്ന് നമുക്ക് കാറുകളിലും ജീപ്പിലും ഒക്കെയാണ് ഇന്നത്തെ AC വണ്ടികളിലൊക്കെയാണ് ഇന്നത്തെ ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത്. അന്ന് കാളവണ്ടിയിലൊക്കെ ആയിരുന്നു ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇലക്ഷൻ്റെ ഒരു പ്രയത്നം എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഒരു പ്രയത്നം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത്
ഉദ്യോഗസ്ഥരെ നിയമിക്കുകയാണ്. അവർ ഒരു 6 മാസത്തോളം കഠിന പ്രയത്നം നടത്തിയിട്ടാണ് നമുക്ക് ഈ ഇലക്ഷൻ നടത്താനായിട്ട് തന്നെ തയ്യാറാകുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം തയ്യാറാകുന്നത്. അത്രയും വലിയൊരു ടാസ്ക് ആയിരുന്നു അന്ന് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ടത്. ഇനി ഈ ഇലക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ വാസ് ദ ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് ഡെമോക്രസി ഇൻ എ പുവർ ആൻഡ് ഇലിറ്ററേറ്റ് കൺട്രി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് ഡെമോക്രസി എന്നാണ് പറയുന്നത് ഇൻ എ പുവർ ആൻഡ് ഇലിറ്ററേറ്റ് കൺട്രി. അതായത് നിരക്ഷരരുടെയും ദാരിദ്ര്യം നിറഞ്ഞവരുടെയും എല്ലാം ഉള്ള ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന ആദ്യത്തെ ടെസ്റ്റ് ഓഫ് ഡെമോക്രസി ആയിരുന്നു ഈ ഇന്ത്യയുടെ ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് ഡെമോക്രസി ഇൻ എ പുവർ ആൻഡ് ഇലിറ്ററേറ്റ് കൺട്രി. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അന്നത്തെ കാലഘട്ടങ്ങളിലെല്ലാം അന്നുവരെ democracy had existed only in prosperous countries of Europe and North America, where all the citizens were literate. അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ജനാധിപത്യം നിലനിന്നിരുന്നത് അല്ലെങ്കിൽ പൂത്തുലഞ്ഞിരുന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അതോടൊപ്പം തന്നെ പോലെയുള്ള നോർത്ത് അമേരിക്കൻ രാഷ്ട്രങ്ങളിലുമായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ഓൾ ദ സിറ്റിസൺസ് ആർ ലിറ്ററേറ്റ്. അവിടെ എല്ലാ ജനങ്ങളും ലിറ്ററേറ്റ് ആണ്, ഇല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഉള്ളവരാണ്, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളവരാണ്. അതോടൊപ്പം തന്നെ ഈ കൺട്രീസ് എല്ലാം തന്നെ പ്രോസ്പെറസ് കൺട്രീസുമാണ്. അതായത് വളരെ വികസിത രാഷ്ട്രങ്ങളാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെ ജനാധിപത്യം എന്ന് പറയുന്നത് നിലനിന്നിരുന്നത് യൂറോപ്പിലെയും നോർത്ത് അമേരിക്കയിലെയും എല്ലാം പ്രോസ്പെറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വികസിത, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കൂടുതലുള്ള ജനങ്ങളുള്ള രാഷ്ട്രങ്ങളിൽ ആയിരുന്നു. ഇനി ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളിലെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാഷ്ട്രങ്ങളിലും സ്ത്രീകൾക്ക് വോട്ടവകാശം ഇല്ലായിരുന്നു. ഇവർ ഈ പറയുന്ന യൂറോപ്പിലെയും നോർത്ത് അമേരിക്കയിലെയും ഒക്കെ പല രാഷ്ട്രങ്ങളിലും സ്ത്രീകൾക്ക് വോട്ടവകാശം വന്നത് ഇന്ത്യ സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുത്തതിന് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയെന്ന് പറയുന്നത്. അപ്പോൾ വിമൻ വെയർ ഡിനൈഡ് ദ റൈറ്റ് ടു വോട്ട്. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രമായിരുന്നുവെങ്കിലും ഇവിടങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾക്കൊന്നും വോട്ടവകാശം ഇല്ലായിരുന്നു. പക്ഷേ ഇന്ത്യ തുടങ്ങിയ അന്ന് മുതൽ തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇലക്ഷൻ്റെ സമയം മുതൽ തന്നെ, അന്ന് മുതൽ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം ചെയ്യാനുള്ള അധികാരം ഇന്ത്യ കൊടുത്തു. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇലക്ഷൻ പോസ്റ്റ്പോൺഡ് ട്വൈസ്. അതായത് ഇന്ത്യയിൽ ഇലക്ഷൻ തീയതിയൊക്കെ ഡിക്ലെയർ ചെയ്തെങ്കിലും ഇലക്ഷൻ പോസ്റ്റ്പോൺഡ് ട്വൈസ്. 2 പ്രാവശ്യം ഇലക്ഷൻ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു, പല പല കാരണങ്ങൾ കൊണ്ട്. എല്ലാം ഒന്നും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് പോസ്റ്റ്പോൺഡ് ട്വൈസ്. എന്നിട്ട് ഇന്ത്യയിൽ ഫൈനലി ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ ഫൈനലി ഹെൽഡ് ബിറ്റ്വീൻ 25th October 1951 ആൻഡ് 21st February 1952. അതായത് 1951 ഒക്ടോബറിനും 1952 ഫെബ്രുവരിക്കും ഇടയിലാണ് ഇന്ത്യയിലെ ആ ഇലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് പൂർത്തിയാകുന്നത്. പക്ഷേ നമ്മുടെ ആദ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ ഓഫ് 1952 എന്നാണ് പറയുന്നത്. 1951 ഒന്നാമത്തെ ഇലക്ഷൻ എന്നല്ല പറയുന്നത്, 1952 ഒന്നാമത്തെ ഇലക്ഷൻ എന്നാണ് പറയാറുള്ളത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ദി കൺട്രി ഇലക്ഷൻ വാസ് ഹെൽഡ് ഇൻ ജനുവരി 1952. ജനുവരി 1952 ഇന്ത്യയിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ ഓഫ് 1952 എന്നാണ് പറയുന്നത്. ഇനി ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് 68 ഫേസസ് ആയിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ 68 ഘട്ടങ്ങളായിട്ടാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത മോർ ദാൻ ഹാഫ് ഓഫ് ദി വോട്ടേഴ്സ് കാസ്റ്റ് ദെയർ വോട്ട്. നമ്മൾ 17 കോടി എലിജിബിൾ വോട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ പകുതിയോളം ആൾക്കാർ നമ്മുടെ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള ആയിരുന്നു നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയത്. എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്ററുകൾ പതിക്കുക, അതോടൊപ്പം തന്നെ സിനിമാ തിയേറ്ററുകളിലും ഒക്കെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററികൾ കാണിക്കുക, എങ്ങനെയാണ് ഇലക്ഷൻ നടത്തേണ്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഇലക്ഷൻ വോട്ട് ചെയ്യേണ്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ശക്തമായ രീതിയിൽ വളരെ വിപുലമായ രീതിയിൽ പരസ്യം കൊടുത്തു. അങ്ങനെയാണ് ജനങ്ങളെ ഈ ഇലക്ഷനിലേക്ക് ആകർഷിക്കുന്നതും ഒന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെല്ലാം ഇലക്ഷൻ വോട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിരക്ഷരരായിരുന്നു ഒരുപാട് ആൾക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കൊണ്ട് എങ്ങനെ വോട്ട് ചെയ്യിക്കും? അതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ കണ്ടുപിടിച്ച മാർഗമാണ് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ ചിഹ്നങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം മൺമട്ടി, മൺകോരി, കൈപ്പത്തി, താമര, ഇങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടല്ലോ. അങ്ങനെയുള്ള ചിഹ്നങ്ങൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നു.
വോട്ട് ചെയ്യുന്ന എന്താണ് ഓരോ കാൻഡിഡേറ്റ്സിനും ഓരോരോ ചിഹ്നങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ പേര് വായിക്കാൻ അറിയാത്തവർക്കും ആ ചിഹ്നം കണ്ട് വോട്ട് ചെയ്യാനായിട്ട് കഴിയുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരെയും ഇലക്ഷനിലേക്ക് ആകർഷിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് പകുതിയോളം ആൾക്കാർ ഇന്ത്യയിൽ വോട്ട് ചെയ്യുകയാണ്. പിന്നെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എവരി വൺ ഇൻക്ലൂഡിങ് ദോസ് ഹു ഫെയിൽഡ് ഇൻ ദ ഇലക്ഷൻ അഡ്മിറ്റഡ് ഇറ്റ് ആസ് എ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. അപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ പരാജയപ്പെട്ടവർ പോലും ആ ഇലക്ഷൻ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആയിരുന്നു എന്ന് അഭിപ്രായപ്പെടുകയാണ്. അതായിരുന്നു ആ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പരാജയപ്പെട്ടവർ പോലും ഒരു പരാതിയും പറഞ്ഞില്ല. കാരണം അതൊരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനായിട്ട് ആ ജനങ്ങൾ കണക്കാക്കുന്നു. അതായിരുന്നു ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഈവൻ ദ ഒബ്സർവേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ വെർ ഓൾസോ ഇംപ്രസ്ഡ് ബൈ ദിസ് ഇലക്ഷൻ. വിദേശത്ത് നിന്ന് നമ്മുടെ ഇലക്ഷന് നിരീക്ഷകരായിട്ട് എത്തിയിട്ടുള്ള പത്രപ്രതിനിധികൾ, നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ, ഇവരെല്ലാവരും തന്നെ ഇന്ത്യയിലെ ആ ഒരു ഫസ്റ്റ് ഇലക്ഷനിൽ വളരെയധികം ഇംപ്രസ്ഡ് ആയിട്ടാണ് ഇന്ത്യ വിട്ട് പോയത്. അങ്ങനെ അഭിപ്രായപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യ വിട്ട് പോകുന്നത്. എന്നാൽ ഈ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇങ്ങനെയുള്ളൊരു രാഷ്ട്രത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുവർ കൺട്രിയിൽ, അതോടൊപ്പം തന്നെ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ജനങ്ങൾ ഒരുപാടുള്ള രാഷ്ട്രത്തിൽ ഒരിക്കലും ഈ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു വിജയമാവുകയില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ബ്രിട്ടൻ്റെയൊക്കെ പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ പോലും അങ്ങനെയൊക്കെ ഉള്ള കളിയാക്കിയിട്ടുണ്ട് ഇന്ത്യയെ, ഇതെല്ലാം പരാജയമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇന്ത്യക്ക് ആ ഒരു ഫസ്റ്റ് ഇലക്ഷൻ വളരെ വിജയകരമായ രീതിയിൽ നടത്തി ലോകത്തെ മൊത്തവും അഭിനന്ദനം ഏറ്റുവാങ്ങാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ദസ് ഇലക്ഷൻ ബിക്കെയിം എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഡെമോക്രസി ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇലക്ഷൻ നടത്തി നമുക്ക് ഈ ലോകം മൊത്തവും ഉള്ള ജനതയെ ഞെട്ടിക്കാൻ കഴിഞ്ഞു, ഇല്ലെങ്കിൽ അത് ചരിത്രത്തിൻ്റെ താളുകളിൽ രേഖപ്പെടുത്താനായിട്ട് കഴിഞ്ഞു ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് പോവർട്ടി ഓർ ഇലിറ്ററസി were not a hindrance to conduct free and fair elections. അതായത് ദാരിദ്ര്യവും ഇലിറ്ററസി അല്ലെങ്കിൽ നിരക്ഷരതയും ഒന്നും തന്നെ ജനാധിപത്യവും പിന്നെ എന്താണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തുന്നതിനും ഒരു തടസ്സമല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മുടെ ഇന്ത്യക്ക് കഴിഞ്ഞു. ഇറ്റ് ഓൾസോ പ്രൂവ്ഡ് ദാറ്റ് ഡെമോക്രസി കുഡ് ബി പ്രാക്ടീസ്ഡ് ഇൻ എനി പാർട്ട് ഓഫ് ദി വേൾഡ്. മാത്രമല്ല ജനാധിപത്യ പ്രക്രിയ ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെന്നുണ്ടെങ്കിലും പ്രാവർത്തികമാക്കാം എന്ന് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാനും ഈ ഇലക്ഷനിലൂടെ കഴിഞ്ഞു. ഇനി ആ ഇലക്ഷൻ്റെ റിസൾട്ടാണ്. ഇലക്ഷൻ 489 ലോക്സഭാ സീറ്റുകളിലേക്കും മറ്റ് സംസ്ഥാന നിയമസഭകളിലേക്കും കൂടെയാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, രണ്ടിടത്തേക്കും ഇലക്ഷൻ നടക്കുന്നു. അതായത് ലോക്സഭയിലേക്കും ഇലക്ഷൻ നടക്കുന്നു, അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കും ഇലക്ഷൻ നടക്കുന്നു. 489 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. 489 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്. 4000-ൽ കൂടുതൽ സംസ്ഥാന നിയമസഭകളിലേക്കും ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 364 സീറ്റ്സ്, 364 സീറ്റുകൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കരസ്ഥമാക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 16 സീറ്റ്സ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് 16 സീറ്റുകളാണ് ലഭിക്കുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടി 12 സീറ്റ്സ്, 12 സീറ്റുകളാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കെയിം ഔട്ട് വിക്ടോറിയസ് in the first general election with a seat of 364. 364 സീറ്റ് നേടി, 489 സീറ്റുകളിൽ 364 സീറ്റ് നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വലിയ വിജയമാണ് കരസ്ഥമാക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത സ്ഥാനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കായിരുന്നു. 16 സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ആ സീറ്റുകളിലെ അന്തരം ഒന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 12 സീറ്റും ലഭിക്കുന്നു. ഇങ്ങനെയാണ് ആദ്യത്തെ 3 സ്ഥാനങ്ങളെന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 53 രാഷ്ട്രീയ പാർട്ടികളോളം ഈ ഇലക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായിട്ട് ജവഹർലാൽ നെഹ്റു തിരഞ്ഞെടുക്കപ്പെടുകയാണ്. പിന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട്, അത് ഔദ്യോഗികമല്ല, അൺഒഫീഷ്യലാണ്. കാരണം ഒരു പ്രതിപക്ഷ നേതാവാവുന്നതിന് വേണ്ടിയിട്ടുള്ള സീറ്റുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഒരു പാർട്ടിക്കും തന്നെ ലഭിക്കുന്നില്ല. അപ്പോൾ അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള AK ഗോപാലൻ, AKG എന്നറിയപ്പെടുന്ന AK ഗോപാലൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അദ്ദേഹമാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്.
പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭ ഫസ്റ്റ് ലോക്സഭ കമൻസ്ഡ് ഓൺ 13th May 1952. 1952 മെയ് 13 നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇലക്ഷനെ പറ്റി, ഫസ്റ്റ് ഇലക്ഷൻ ഓഫ് ഫ്രീ ഇന്ത്യയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ മറ്റ് കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ 7 വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു വീഡിയോയിൽ. അതിനുശേഷം ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരുമായിട്ട് ബന്ധപ്പെടുന്ന 2 ആർട്ടിക്കിളുകൾ, ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A എന്ന് പറയുന്ന ആർട്ടിക്കിളുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഒരു വീഡിയോയിൽ ഇന്നേ വരെയുള്ള നമ്മുടെ ഇന്ത്യ ചൈന റിലേഷൻസ്, അതിൻ്റെ നമ്മുടെ ഗൽവാൻ 2020 ജൂൺ മാസം ഉണ്ടായ ഒരു തർക്കം, ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ ഗൽവാൻ വാലിയിൽ ഉണ്ടായ ഒരു തർക്കം, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷയം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ചാനലിലിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. നന്ദി.